കഞ്ഞിക്കുഴി വില്ലേജ് പരിധിയിൽ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് കഞ്ഞിക്കുഴി പട്ടയാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മൗനജാഥ നടത്തി. മൗനജാഥ ഹൈക്കോടതി അഭിഭാഷകൻ ജോണി കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വില്ലേജ് പരിധിയിൽ വരുന്ന മുഴുവൻ കർഷകർക്കും ഉപാധിരഹിത പട്ടയം നൽകണമെന്ന ആവശ്യമുന്നയിച്ചാണ് പട്ടയാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മൗനജാഥയും കർഷകരുടെ ബഹുജന സംഗമവും നടത്തിയത്. കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന കർഷക ബഹുജന സംഗമത്തിൽ പട്ടയാവകാശ സംരക്ഷണ സമിതി ജോയിന്റ് സെക്രട്ടറി KJ ടോമിച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മാഹിൻ ബാദുഷ, ബൈജു അഞ്ചൻകുന്നേൽ, വിൽസൺ ജോസഫ് ആർക്കാട്ട്, പട്ടയാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ബൈജു എഴുത്തുപള്ളി, സജീവൻ തേനിക്കാക്കുടി, വ്യാപാരി വ്യവസായി കഞ്ഞിക്കുഴി യൂണിറ്റ് സെക്രട്ടറി ജയപ്രകാശ് കൊച്ചുവീട്ടിൽ, റൈസൻ കണിയാന്തറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മൗനജാഥ മാർച്ച് ടൗൺ ചുറ്റി വില്ലേജ് ഓഫീസ് പരിസരത്തെത്തി. മാർച്ച് ഹൈക്കോടതി അഭിഭാഷകൻ ജോണി കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ട് കൊടുക്കുന്നത് അതായത് സുപ്രീം കോടതിയിൽ പറയുന്ന കേസ് നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് കൊടുത്തതിന് പ്രകാരമാണെങ്കിൽ 10,000 ഹെക്ടർ സർവേ നടത്താത്തത് 29,000 പരം ഹെക്ടർ സർവേ ജോയിന്റ് സർവേ നടത്തി വെരിഫിക്കേഷൻ കഴിഞ്ഞതുമായ ഭൂമിക്ക് പട്ടയം കൊടുക്കാനുണ്ട്. ഇപ്പോ നമ്മൾ വിചാരിക്കും പട്ടയം കൊടുത്തു തുടങ്ങിയത് മെനങ്ങാണ്, അല്ലെങ്കിൽ പട്ടയം കൊടുക്കുന്നതിന് നിയമം ഉണ്ടായത് 2 ആഴ്ച മുമ്പ്. അങ്ങനെയല്ല, മാതൃഭൂമിയാണ് കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ മുമ്പ് തന്നെ. പരിപാടിയിൽ മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.